ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഹാപ്പി വിഷു അറിയില്ല. ഹാപ്പി വിഷു എല്ലാവർക്കും ഹാപ്പി വിഷു. ഇന്ന് ഞാൻ വിഷു കൊയിലാണ്ടിയിലാട്ടോ. അപ്പൊ കൊയിലാണ്ടിയിലേക്ക് പോകാൻ വേണ്ടി പുറപ്പെട്ടിരിക്കുകയാണ്. ഇനി ദേവു എല്ലാം കൊയിലാണ്ടിയുള്ള കൊയിലാണ്ടിയിൽ വെച്ച് കാണല്ലേ? അതെ. കൊയിലാണ്ടി കല്യാണത്തിന് ശേഷം മാലൂട്ടീൻ്റെ ആദ്യത്തെ വിഷുവാണ്. അപ്പം മാലും അർജുനും അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ അതേപോലെ തന്നെ വീട്ടിലുള്ള എല്ലാ ഏട്ടന്മാരും ഉണ്ടായിരുന്നു, ഏച്ചിമാരുണ്ടായിരുന്നു, മാമൻ്റെ മക്കൾ എല്ലാവരും കൂടെ ഒത്തുകൂടിയ വിഷു കുറേ കാലത്തിന് ശേഷം ഇപ്പോഴാട്ടോ. പിന്നെ ഇതാണ് അർജുൻ്റെ അച്ഛൻ, പിന്നെ അമ്മയുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അമ്മയാണിത്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ വന്നിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഭയങ്കര ഒരു നല്ല ഹാപ്പി വിഷു എന്നൊക്കെ പറയുന്ന വിഷയം തന്നെയായിരുന്നു കേട്ടോ. എല്ലാവരും ഏതെങ്കിലും ഒരു ടൈമിൽ ഒത്തുകൂടാത്ത സമയത്ത് ഭയങ്കര വിഷമാണ്. ഒന്നേയും കാരണത്താലൊക്കെ അങ്ങ് പലപ്പോഴും മിസ്സായി പോവും. പക്ഷേ ഇപ്രാവശ്യം ആരും മിസ്സായിട്ടില്ല, എല്ലാവരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. പിന്നെ കേക്ക് മുറിച്ചതിന് ശേഷം പിന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഉച്ചയാകുമ്പോഴത്തേക്കൊക്കെ ആയി കേക്ക് മുറിക്കുന്നത്. ഞങ്ങൾക്ക് എപ്പോഴും ഒന്നുമില്ലെങ്കിൽ ഒരു വിഷു കൊയിലാണ്ടിയിൽ നിന്ന് ഒരു വിഷു വീട്ടിൽ നിന്ന് അങ്ങനെയാട്ടോ എപ്പോഴും ഉണ്ടാവല്. അധികവും ഒരിക്കൽ പോലും അങ്ങനെ മിസ്സായി പോവലില്ല. അതുകൊണ്ട് തന്നെ കുഞ്ഞൂനും സിദ്ധുവിനൊക്കെ എപ്പോഴും എന്നോ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നോട്, എന്നാ അമ്മ നമ്മൾ കൊയിലാണ്ടിക്ക് പോകുകയെന്ന് കേട്ടോ. അവിടെ പോയി കഴിഞ്ഞാൽ അതാ എല്ലാവരും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഓൾക്ക് ഭയങ്കര ഒരു ഇതാവുമല്ലോ. അപ്പോൾ ഞാൻ മോനെ 14-ാം തീയതി ആട്ടോ നമ്മൾ കൊയിലാണ്ടിക്ക് പോയത്. 15-ാം തീയതിൻ്റെ വിഷു നമ്മൾ ഇവിടുന്ന് വടകരയിൽ നിന്ന് ആഘോഷിക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഇതൊക്കെയാണ് നമ്മളെ സദ്യവട്ടങ്ങൾ. ഒരു സാധനവും കുറഞ്ഞു പോയിട്ടില്ല, എല്ലാം ഉണ്ട്. പച്ചടി, കിച്ചടി, പുളി, ഓലൻ, അച്ചാർ, സാമ്പാർ, കൂട്ടുകറി, അവിയൽ, മോര് കറി, പിന്നെ അതിൻ്റെ കൂടെ എക്സ്ട്രാ മീൻ പൊരിച്ചതുണ്ട്, ചിക്കൻ പൊരിച്ചതുണ്ട്, അടിപൊളി പായസമുണ്ട്. അപ്പോൾ എല്ലാ വിഭവങ്ങളും സദ്യ കൂടാതെ നമ്മൾ നോൺ വെജ് ഇപ്രാവശ്യം ഉണ്ട് കേട്ടോ. എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ നോൺ വെജ് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് തന്നെ നോൺ വെജും കൂടി അതിൽ കൂട്ടിച്ചേർത്തു എന്നേ. അപ്പം ഓരോരുത്തരും കേക്കൊക്കെ കഴിച്ചതിന് ശേഷം ഇനി ഫുഡ് വിളമ്പേണ്ട പരിപാടിയിലോട്ട് പോവുകയാണേ. അതിനൂന് ഭയങ്കര സന്തോഷമായിട്ടോ, കാരണം കുഞ്ഞു സിദ്ധു ഒക്കെ വന്നിക്കല്ലോ. അപ്പോൾ ഒന്ന് എല്ലാവരും കൂടി ആയിട്ട് എൻജോയ് ചെയ്യാമല്ലോ. എല്ലാത്തെയും പോലെ തന്നെ സജീഷേട്ടനാണ് ഇപ്പം വിളമ്പാനായിട്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് ആൾക്കാർ ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത്, കാരണം അത്രയും പേരുണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 30 ആളിൻ്റെ അടുത്തോളം ഞങ്ങളവിടെ വീട്ടിലെല്ലാവരും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുഞ്ഞൂന്, ദേവുവിനും ശീതുവിനൊക്കെ ഫോട്ടോ എടുക്കേണ്ട തിരക്കായതിനെ കൊണ്ട് ഓല് കുറച്ച് ലേറ്റ് ആയിട്ടാട്ടോ കഴിച്ചത്. സിദ്ധു നമ്മളെ കൂടെ തന്നെ ആദ്യം തന്നെ ഇരുന്ന് കഴിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും വിളമ്പിക്കൊടുത്തതിന് ശേഷം സജീഷേട്ടനും മനോരേട്ടനും അമ്മയും എല്ലാവരും ഇരുന്ന് കൊയിലാണ്ടി പോകാനുള്ള ഇഷ്ടവും കൊയിലാണ്ടിക്കാരോടുള്ള ഇഷ്ടമൊക്കെ തന്നെ എൻ്റെ സിദ്ധുവിനും കുഞ്ഞുവിനൊക്കെ ഉണ്ടാക്കിയെടുത്തത് ഞാനാട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു കൊടുക്കലും അതേപോലെ അവരവിടെ പോയിട്ട് അത് അനുഭവിച്ചിട്ടും ഉണ്ടാവും. അതായിരിക്കും ഒരിക്കൽ അവർ ഇത്രത്തോളം പ്രിയപ്പെട്ടതായത്. നമുക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ടൊന്നും ഇപ്പോഴത്തെ കാലത്ത് എനിക്ക് തോന്നുന്നത് ആരും തന്നെയും ബുദ്ധിമുട്ടുന്നില്ല എന്നുള്ളതാണ്. അത് അവനവൻ്റെ വീടുകളിലൊക്കെ എപ്പോഴും ഉണ്ടാവും. അങ്ങനെ തന്നെ ഓണത്തിനും വിഷുവിനൊക്കെ നമ്മളെ വീട്ടിലുണ്ടാക്കും. പക്ഷേ നമ്മളെ ആൾക്കാരുടെ അടുത്ത് പോയിട്ട് അല്ലെങ്കിൽ ഏട്ടൻ, ചേച്ചി, അച്ഛനമ്മ എല്ലാവരും കൂടി ഒത്തുചേർന്നിട്ട് ഉച്ചയ്ക്കത്തെ ഒരു നേരത്തെ ഭക്ഷണം കുറേ കഥകളൊക്കെ പറഞ്ഞിട്ട് കഴിക്കുക, ആ ഒരു ഒത്തൊരുമ നമുക്ക് ഒരു കൊല്ലം മുഴുവൻ ആലോചിക്കാനുണ്ട ഒരു സന്തോഷം ഉണ്ടല്ലോ. അതിനു വേണ്ടി മാത്രമാട്ടോ ഞാനൊക്കെ എപ്പോഴും ഓണായിക്കോട്ടെ വിഷു ആയിക്കോട്ടെ ഒരുമിച്ച് കൂടണം എന്നൊക്കെ ആഗ്രഹിക്കല്. എനിക്ക് ആ ഇഷ്ടമുള്ളതിനെ കൊണ്ട് തന്നെ എൻ്റെ 3 മക്കളെ മനസ്സിലും ഒരു കളങ്കം ഇല്ലാണ്ട് ഈ ഒരു സ്നേഹോഷ്ടം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതായിരിക്കാം അവർ പെട്ടെന്ന് എന്നോട് ചോദിക്കും, അമ്മേ നമ്മളെപ്പോൾ കൊയിലാണ്ടി പോയിട്ട് പോകുന്നത് ഓണത്തിന് വിഷുവിനെന്നൊക്കെ. അതൊരു ചടങ്ങ് പോലെ ഓരോ മൈൻഡിലായിട്ടോ. അപ്പം ഇനിയുള്ള എല്ലാ തലമുറകളും ഇങ്ങനെ ആവണം എന്നൊന്നും എനിക്കൊരു ഉറപ്പുമില്ലേ. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മളെ മക്കളും അങ്ങനെ തന്നെ ആവണം എന്നാട്ടോ. എല്ലപ്പോഴും ഒന്നുമില്ലെങ്കിലും കൊല്ലത്തിലൊരിക്കലെങ്കിലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെ നിന്നിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിഞ്ഞ് പിരിക്കുക എന്ന് പറയുമ്പോൾ അതുപോലെ എന്നും നമുക്ക് ആരൊക്കെയോ ഉണ്ട്, നമുക്കൊരു അങ്ങനെ ഒരു തോന്നലൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ ഒരു കാലം തന്നെ അങ്ങനെയാണല്ലോ, ഒന്നിനും അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു വിലയും ബന്ധങ്ങളൊന്നും ഇല്ലാത്ത അങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെയുള്ള കൂട്ടായ്മകളൊക്കെ നമ്മളെ മക്കൾക്കൊരു മുതൽക്കൂട്ടാവുന്ന കേട്ടോ ഞാൻ ചിന്തിക്കുന്നത്. ഇല്ലെങ്കിൽ അവർ ഒറ്റപ്പെട്ടു പോകൂലേ, അവർ മാത്രമല്ല നമ്മളും ഒറ്റപ്പെട്ടു പോകൂലേ. അതൊക്കെ പോട്ടെ. അപ്പം ഞാൻ പറഞ്ഞ് എന്തൊക്കെയോ എത്തിപ്പോയി. അങ്ങനെ ഞാനിതാ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. നല്ല അടിപൊളി സാമ്പാറായിരുന്നു കേട്ടോ. സാമ്പാറും ചിക്കനും എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ ലേറ്റ് ആയതിനെ കൊണ്ട് തന്നെ അതിൻ്റെ ഇടയ്ക്കൊക്കെ പായസം എടുത്ത് കുടിക്കുന്ന പരിപാടിയൊക്കെ
ഛർദിയൊക്കെ എനിക്കുണ്ടായി, കുറച്ചൊക്കെ കുടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചോറ് കഴിക്കാനായില്ല കേട്ടോ ശരിക്കും. പിന്നെ ലാസ്റ്റ് നമ്മൾ എപ്പോഴും ഉണ്ടാകുന്ന പോലെ ഫോട്ടോ സെക്ഷൻ ആയിരുന്നു. കത്തുന്ന വെയിലത്ത് മാലൂട്ടിക്ക് അങ്ങ് തിരിച്ചു പോകണം കേട്ടോ വീട്ടിലോട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം എല്ലാവരെയും ഫാമിലി ഫോട്ടോ എടുത്ത്, ഈ ഒരു ഫാമിലി ഫോട്ടോ കാണുമ്പോൾ എല്ലൊന്നും എടുത്ത് ഞാൻ എപ്പോൾ നോക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഇത് നമുക്ക് എല്ലപ്പോൾ ഒരു ഓർമ്മയാണ്. അന്നപ്പോൾ എടുക്കുമ്പോൾ എല്ലാവരും ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു സന്തോഷമൊക്കെ എല്ലാ ഫോട്ടോസ് കാണുമ്പോൾ നമുക്ക് തോന്നും കേട്ടോ. ഒരുമിച്ച് ഇങ്ങനെ തിക്കിത്തിരക്കി നിന്നതും എടുത്തതും ഒക്കെ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഉണ്ടായിരുന്നു. എൻ്റെ അമ്മാവനാട്ടോ, അതായത് അമ്മാവനാണ് അന്ന് അടുക്കിയിരിക്കുന്നയാൾ. പിന്നെ ഏട്ടൻ എല്ലാവരും ഉണ്ട്, അതിൽ ആരും ഇല്ലാത്തയില്ല. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഫാമിലി ഫോട്ടോസൊക്കെ എടുത്ത് ഇനിയിപ്പം എനിക്ക് വടകരയ്ക്ക് തിരിച്ച് പോകണം, മാലൂട്ടിക്ക് കോഴിക്കോടേക്ക് തിരിച്ചു പോകണം, പിന്നെ ഏച്ചിക്ക് തിരിച്ചു പോകണം. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും പോകാനുള്ള പരിപാടിയിലാണ്. അപ്പം ഇനി യാത്ര പറഞ്ഞ് ഇറങ്ങാൻ നോക്കുകയാണ്. പിന്നെ മൂത്ത ഏട്ടനും ഭാര്യയും കൂട്ടാലിയുടെ ആട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരിക്കൽ അങ്ങോട്ടും പോകണം. അപ്പോൾ ഒരു ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ഈ ഓട്ടോയിൽ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ഇറങ്ങിയിട്ട് ആടുന്ന് ട്രെയിനിന് അങ്ങോട്ടേക്ക് വടകരയ്ക്ക് വരാമെന്ന് വിചാരിക്കുകയാണേ. പിന്നെ ബീനേജി ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, അതായത് മൂത്ത ഏട്ടൻ്റെ ഭാര്യ. അപ്പോൾ ആ ചക്കയെല്ലാം ഇട്ട് വെട്ടിയെടുത്തിട്ടുണ്ട് ഞാൻ. അതാണ് കയ്യിലൊരു വലിയ കവറൊക്കെ. അപ്പോൾ ഈ ചക്കയും പിന്നെ ദേവുവിൻ്റെ കുറേ ഉടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അല്ലെങ്കിൽ എല്ലാം കൂടെ എടുത്തിട്ട് ഞാളിപ്പോൾ അങ്ങനെ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഈ വർഷത്തെ വിഷു ഇങ്ങനെ കഴിഞ്ഞിട്ടോ. ഇങ്ങനെ കഴിഞ്ഞു എന്ന് വെച്ചാൽ ഒരുപാട് സന്തോഷത്തോടെ കഴിഞ്ഞു. ഇനി ഒരുപാട് കാലം ഇങ്ങനെയൊക്കെ ഉണ്ടാവണേന്ന് തന്നെയാണ് കേട്ടോ മനസ്സിൽ പ്രാർത്ഥന. അപ്പോൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞാൻ ഇറങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.